40 വയസ്സ് കഴിഞ്ഞവർക്കും ബിസിനസ്സുകാർക്കും കാനഡയിലോട്ട് വരാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. രണ്ടാമത് 40 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ മിഡിൽ ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞില്ല. അവരുടെ മക്കളൊക്കെ ചിലപ്പോൾ ഒരു 12 വയസ്സും 14 വയസ്സൊക്കെയുള്ള 2 മക്കൾ കാണും. മിക്കവാറും ആൾക്കാരുടെ സിറ്റുവേഷൻ ഞാൻ പറയുന്നത്. പിന്നെ ഇവർ ചിലപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തി നാട്ടിലോട്ട് തിരിച്ച് പോകണം എന്നുള്ള അതൊരു കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. മിക്ക ആൾക്കാർക്കും ഒരുപാട് കാലം ഗൾഫിലൊക്കെ ജീവിച്ച് കഴിയുമ്പോഴത്തേക്ക് കുടുംബത്തെ തനിച്ച് നാട്ടിലോട്ട് വിടുന്നതിലുള്ള ബുദ്ധിമുട്ട്, പിള്ളേരെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ, മൊത്തം കുടുംബമായിട്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് കൺട്രിയിലോട്ട്, എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രിയിലോട്ട്, അത് ജർമ്മനിയോ UK കാനഡയോ ഓസ്ട്രേലിയയോ US എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മക്കളെയും പഠിപ്പിച്ച് അവിടെ തന്നെ അങ്ങ് സെറ്റിലായാലോ, അതല്ലെങ്കിൽ മക്കൾക്ക് നല്ലൊരു ഫ്യൂച്ചറൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾക്ക് നാട്ടിൽ പോയി സെറ്റിലാവാം, അല്ലെങ്കിൽ പിന്നെ വന്നും പോയിക്കൊണ്ടേയിരിക്കാം. അങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് പ്ലാനഡായിട്ടാണ് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് പേര് ബിസിനസ്സുകാരായിരിക്കും, ഒരുപാട് പ്രൊഫഷണൽസ് ആയിരിക്കാം. അപ്പോൾ ഇവരിൽ പലർക്കും ഇങ്ങോട്ട് വരാൻ, കാനഡയ്ക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവരുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തായിരിക്കും ബെസ്റ്റ് വഴികൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ 40 കഴിഞ്ഞ ആൾക്കാരാണ് ഇതിൽ സ്കാമേഴ്സും ഈ ഫ്രോഡലൻ്റ് ഏജൻസൊക്കെ കാനഡൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും. കാരണം ഒന്ന് അവർക്കറിയാം ഇവർക്ക് അത്യാവശ്യം സാമ്പത്തികം ഉണ്ടെന്ന്. പ്രത്യേകിച്ച് ഗൾഫിൽ വരുന്നവരാരും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കാണത്തില്ലായിരിക്കും, ബട്ട് അങ്ങനെയാണ് ഒരു അസംഷൻ. സ്വാഭാവികമായിട്ടും മക്കളുടെ ഫ്യൂച്ചറാണ് എല്ലാവരുടെയും ഒരു പ്രൈം ഗോൾ. ഇവരെ കൂടുതൽ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ഒരുപാട് പേരുടെ പൈസ പോകുന്നത് നിത്യസംഭവമാണ്. പക്ഷേ ഇവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റിയുടെയൊക്കെ ബന്ധുക്കൾ പോയി പെട്ടിട്ട് പലരും ഇങ്ങോട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരു രീതിയിൽ ഇവരെ കുറ്റപ്പെടുത്താൻ ഇരിക്കാനും പറ്റത്തില്ല. കാരണം ഇവർ കാനഡയിൽ നിന്നുള്ളൊരു ലോയേഴ്സൊന്നായിട്ടോ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനോ സംസാരിക്കാനൊന്നും ഇവർ റെഡിയാകത്തില്ല. ഇവരാരെങ്കിലും ഫ്രീ ആയിട്ട് ഇൻഫർമേഷൻ തരുന്നിടത്തൊക്കെ പോകും, വലിയ നല്ല ഫ്ലാഷി ആഡൊക്കെ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു മൊത്തം എല്ലാ ഏരിയയിലുള്ള പ്രശ്നം, അത് ഇമിഗ്രേഷനിൽ മാത്രമുള്ള പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ സ്കാമേഴ്സിൻ്റെ, ഈ ഫ്രോഡലൻ്റ് ഏജൻസീസിൻ്റെ, ഈ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും വാക്ക് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതെ അറ്റ്ലീസ്റ്റഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ലോയേഴ്സിലും കൺസൾട്ടൻസിലും എല്ലാവരും നല്ലതെന്നൊന്നും ഞാൻ ഈ വീഡിയോ പറയുന്നില്ല. അതിലും കാണും പ്രശ്നക്കാർ. ബട്ട് അറ്റ്ലീസ്റ്റ് മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന പറഞ്ഞാൽ ഒരു വ്യാജ ഡോക്ടറെ അടുത്ത് പോകുന്നതിൽ നല്ലതൊരു യഥാർത്ഥ ഡോക്ടറെ അടുത്ത് പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ വ്യക്തമായിട്ടൊരു കൺസൾട്ടേഷൻ വഴി നിങ്ങളുടെ എലിജിബിലിറ്റി ഫാക്ടേഴ്സൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം. പിന്നെ നോ ഏജ് ബാർ, നോ ലാംഗ്വേജ് ബാർ, നോ എഡ്യൂക്കേഷൻ ബാർ എന്ന് കാണുന്ന ആഡ് തന്നെ അതിൽ കള്ളത്തരം ഉണ്ടെന്നുള്ളത് ആദ്യം തന്നെ ഓർപ്പിച്ചുകൊണ്ട്. മിക്കവാറും ഇങ്ങനെയുള്ള ആഡ് കൊടുക്കുന്നതന്നെ നിങ്ങളവർ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. എന്തിനിപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ഒരു ആഡ് കണ്ടു. ഇവിടെ കാനഡയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരുപാട് ഷെൽഫിലും സൂപ്പർവൈസറും ഷെൽഫ് ബോയ്സിൻ്റെ ഒക്കെ ജോലിയുണ്ടെന്ന്. കാനഡയിൽ ഇതിനിടെ ഏതാണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിൽ ഒരു വെയിറ്ററിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ട് 500 സ്റ്റുഡൻസ് ക്യൂ നിൽക്കുന്ന ഫോട്ടോയും കാനഡയിൽ നിന്ന് തന്നെ വരുന്നത്. ആ നാട്ടിൽ എന്തിനാണ് ഷെൽഫ് ബോയ് ആയിട്ട് നാട്ടിൽ നിന്നും ദുബായിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരുന്നത്? പിന്നെ മലയാളികളിൽ ഒരുപാട് പേരെ നമ്മൾ പറയുമ്പോൾ തോന്നുന്നുണ്ട് അതിബുദ്ധിമാന്മാരെന്ന ധാരണ, വലിയ കുഴിയിലാണ് ചെന്ന് ചാടും. ബിസിനസ്സുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ബിസിനസ്സുകാർക്ക് പലർക്കും, മലയാളി ബിസിനസ്സുകാരുടെ പല ആൾക്കാരും നോക്കിയാൽ പഠിത്തം കുറവായിരിക്കും, ഇംഗ്ലീഷ് ലാംഗ്വേജ് വീക്ക്. ബട്ട് അതല്ല യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യം, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിസ കിട്ടി പല രാജ്യത്തും ട്രാവൽ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടും കാര്യമില്ല. ഇമിഗ്രേഷൻ മാറ്റർ വരുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെയുള്ള അത്യാവശ്യത്തിലൊരു CLB 5 ഇംഗ്ലീഷും ഒരു +2 ഒരു ഗ്രാജുവേഷൻ ലെവലൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. +2 മിനിമം. ഇതുപോലും വേണ്ടാന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ഏജ് ബാറൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞുവിടാ. അതാരെങ്കിലും അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് 100% ഇതേപോലെ ഫ്രോഡ്സ്റ്റേഴ്സും സ്കാമേഴ്സാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ സ്കാമേഴ്സിനെ നിങ്ങളെങ്ങനെ വാച്ച്, ഞാൻ 4-5 കാര്യം ആദ്യം പറഞ്ഞുതരാം. ഒന്ന്, ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ആഡ് ഇടുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയാണ് ഇവരുടെ മെയിൻ. ഫേസ്ബുക്കാണ് നമ്പർ 1, പിന്നെ യൂട്യൂബ്, പിന്നെ ഇൻസ്റ്റാ. ഈ ഒരു 2-3 മീഡിയത്തിലാണ് ഇവർ മാക്സിമം. ഇവരുടെ ശരിക്കും ഒരു പ്രോപ്പർ വെബ്സൈറ്റോ ഒരു പ്രോപ്പർ ഗൂഗിൾ റിവ്യൂസോ ഒന്നും ഇവരെ കാണത്തില്ല. FBയിൽ റിവ്യൂ ആർക്കും എഴുതിയിടാൻ പറ്റും. ഗൂഗിൾ റിവ്യൂസ് ജെന്യൂൻ റിവ്യൂസാന്ന് നോക്കുക. നിങ്ങളിപ്പോൾ എന്നെപ്പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ മുസ്തഫ ബാക്കറിന് ടൈപ്പ് ചെയ്യും. അപ്പോൾ തന്നെ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലും എൻ്റെ മൊത്തം ബയോഡാറ്റ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ കമ്പനി ഷെയർവേ കാനഡ ഇമിഗ്രേഷൻ്റെ ഗൂഗിൾ റിവ്യൂ പോയി നോക്കുക. ആൾക്കാരെന്താ പറയുന്നത് കാനഡയുടെ അകത്തുള്ള.
നിങ്ങൾ ഇപ്പോൾ ആര് വഴി പോയാലും എല്ലാ കാര്യവും നടക്കണമെന്ന് വിശ്വസിക്കുന്നു. ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അത്രേ ഞാൻ പറയുള്ളൂ. ഇത്ര വലിയ ലോ ഫോം പോയാലും ചില ആപ്ലിക്കേഷൻ റെഫ്യൂസ് ആവാം. ബട്ട് ഈ ഗ്യാരണ്ടി, പിന്നെ കാനഡയിൽ ജോബ് ഓഫർ, കാനഡയിൽ അങ്ങനെ പറയുമ്പോൾ തന്നെ റെഡ് ഫ്ലാഗ് ആണെന്ന് വിചാരിച്ചാൽ മതി. അക്കോമഡേഷൻ ഓഫർ ചെയ്യുന്നവരുണ്ട്. കാനഡയിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല. അപ്പം ദുബായിൽ ഒരിക്കൽ എനിക്ക് വിളിച്ച 2 ബിസിനസ്സുകാരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവർ 2 പേർക്ക് ദുബായിൽ ദേര ഏരിയയിൽ ഇവിടെ മൊബൈൽ ഷോപ്സ് 2-3 മൊബൈൽ ഷോപ്പുള്ള പാർട്ടികളാണ്. ദുബായിലെ വളരെ അറിയപ്പെടുന്നൊരു ലോ ഇമിഗ്രേഷൻ ഏജൻറ്റ് ഇവരോട് കാനഡയിൽ സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാമിന് വരാമെന്നും പറഞ്ഞുകൊണ്ട് 2 പേര് ഒരു ഫാമിലി ബ്രദേഴ്സും കണ്ടാന്ന് തോന്നുന്നു, കസിൻസ് എന്താണ്, മൊത്തം 2 പേര് $24,000 $12,000 വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പൈസ കിട്ടാതെ 6 മാസം കഴിഞ്ഞിട്ടും പൈസയും കിട്ടുന്നില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നപ്പോഴാണ് ഇവർ നമ്മളോട് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്തത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരികടകൾ നടക്കുന്ന ഒരു ഫീൽഡാണ് ഈ കനേഡിയൻ എമിഗ്രേഷൻ. അല്ലെങ്കിൽ ഏത് എമിഗ്രേഷൻ, ഓസ്ട്രേലിയ എടുത്താലും UK എടുത്താലും ജർമ്മനി എടുത്താലും എല്ലായിടത്തും ഉണ്ടാകും കളിപ്പേര്. ഞാൻ പ്രത്യേകിച്ച് കനേഡിയൻ എമിഗ്രേഷനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു കനേഡിയൻ ഗവൺമെൻറ് എമിഗ്രേഷൻ അഡ്വൈസർ ആയതുകൊണ്ട് ഐ എം അക്കൗണ്ടബിൾ ആൻഡ് ആൻസറബിൾ ടു കനേഡിയൻ ഗവൺമെൻറ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രൊഫഷണൽസിൻ്റെ കാര്യം പറയാം. പ്രൊഫഷണൽസിന് ഇങ്ങോട്ട് വരാൻ കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ഫീൽഡ് എക്സ്പേർട്ട് ആണെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പെട്രോളിയം എഞ്ചിൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പം അദ്ദേഹത്തിന് ഓൾറെഡി വയസ്സ് 52. അപ്പം പുള്ളിക്ക് വേറെ രീതിയിൽ നിന്ന് ഇമിഗ്രേഷൻ നടത്താനുള്ള സാധ്യതകളില്ല. സ്വന്തമായിട്ട് ബിസിനസ് നടത്തി ബിസിനസ്സിൻ്റെ ആ ലൈനിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു ആൽബർട്ടയിൽ ഒരുപാട് പെട്രോളിയം ഉള്ള നാടാണ്. അവിടെ അദ്ദേഹം ഒരു ഓയിൽ ഫീൽഡ് പൊല്യൂഷൻ കൺസൾട്ടൻ്റായിട്ടൊരു ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റിൽ അദ്ദേഹം എന്തുകൊണ്ട് ഫിറ്റാണ്, കാരണം ബിക്കോസ് ഈസ് ഡൂയിങ് ദ സെയിം തിങ് ഇൻ അബുദാബി. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രോജക്റ്റിൽ അദ്ദേഹം ഇവിടെ വന്നിട്ട് സ്വന്തമായി ബിസിനസ് ചെയ്യും. അദ്ദേഹത്തിന് അത്യാവശ്യം പൈസയുണ്ട് ബാങ്കിൽ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രപ്പോസൽ കൊടുത്ത് ഗവൺമെൻറ് അപ്രൂവ്. അത്യാവശ്യത്തിനുള്ള എഡ്യൂക്കേഷനും നല്ല എക്സ്പേർട്ടായിട്ടുള്ളൊരു ഏരിയയിൽ നല്ല എക്സ്പേർട്ടാണെങ്കിൽ ഒരു സീനിയർ, ഉദാഹരണത്തിന് ഒരു വലിയ ലോജിസ്റ്റിക്സിലെ വലിയൊരാളാണ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലെ വലിയൊരാളാണ്, ഏത് ഫീൽഡിൽ വലിയൊരാളാണെങ്കിലും അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ്, ബിസിനസ് കോൺസെപ്റ്റും വെച്ചുകൊണ്ട് കാനഡയിൽ വന്നിട്ട് നമ്മൾ ആ രീതിയിൽ സെൽഫ് എംപ്ലോയ്ഡായിട്ട് സക്സസ് ആവും, കാനഡയിൽ ജോബ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാമാണിത്. നിങ്ങൾ അഥവാ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വലിയൊരു മാനേജ്മെൻറ്റ് ലെവലിൽ ഇരിക്കുന്ന ഒരാൾ തന്നെയാണ്. ആ കമ്പനിക്ക് പലയിടത്തും ബ്രാഞ്ച് ഉണ്ട്. കാനഡയിൽ അവർക്കൊരു ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബോസായിട്ട് നിങ്ങൾക്ക് വരാം. ഒരു എക്സാമ്പിൾ മലബാർ ജ്വല്ലറി ഇപ്പം കാനഡയിൽ ഒരു ബ്രാഞ്ച് നോക്കുമ്പോഴത്തേക്ക് ദുബായിലുള്ളൊരു മാനേജറെ കാനഡയിലോട്ട് മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമില്ല. അദ്ദേഹം അതിന് ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മേ ബി എ സീനിയർ മാനേജർ തേക്കരെ. സോ ഹീ കുഡ് ബി മൂവിങ് ടു കാനഡ ആസ് എ സീനിയർ മാനേജർ. നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികവും നിങ്ങളുടെ നാട്ടിലെ ബിസിനസ് എക്സ്പീരിയൻസും നിങ്ങളുടെ അത്യാവശ്യത്തിലുള്ള എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് ലാംഗ്വേജിനൊക്കെ ഇതിലൊരു പങ്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും അത്യാവശ്യം നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് വിസയൊക്കെ നിങ്ങൾക്ക് വരാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിന് പ്രൊഫഷണൽസിലുള്ള കാര്യങ്ങളാണ്. ബിസിനസ്സുകാർക്കും ഓക്കെയാണിത്. 2 പേർക്കും പറഞ്ഞൊരു പ്രോഗ്രാമാണ് സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാം. അതിനെപ്പറ്റി ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം ഉദാഹരണത്തിന് ദുബായിലിപ്പോൾ അല്ലെങ്കിൽ കൊച്ചിയിൽ ഒരു IT ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ വേറെ ഒരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ് നടത്തുന്ന ഒരാൾ, അവർക്ക് ഇതേപോലെ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതിപ്പം സ്വന്തമായിട്ട് ഓണർഷിപ്പുള്ള ബിസിനസ് ആയാലും ശരി, പാർട്ട്നേഴ്സ് ആയാലും ശരി, ഒരു പാർട്ട്ണർക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം ഫാമിലിയിലായിട്ട്. അതും ഗ്രാജ്വലി PR ഒരു പാത്ത് വേ ആയിട്ട് വരും. ഇനീഷ്യലി അവർക്ക് വർക്ക് പെർമിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം വഴി വരുന്നവർക്കും ഫ്യൂച്ചറിൽ ഇതേപോലെ PR ആവാനുള്ള സാധ്യതകളുണ്ട്. ഇനി അതും കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് PNP ബിസിനസ് ഓപ്ഷനാണ്. അതെന്ന് പറഞ്ഞാൽ സാധാരണ ബിസിനസ്സുകാർക്കുള്ള ഓപ്ഷനാണ്. അതിലും അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ വേണം കേട്ടോ. ഒന്നും ഇല്ലാത്തവർ ദയവായിട്ട് ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുള്ള കാശൊന്നും കൊണ്ട് കളയണ്ട. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ പ്രോവിൻസിലും ചെറിയ ടൗണുകളിൽ പോയിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ്റെ ഏകദേശം 1 CR ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് റൂട്ടുകളേ ഉള്ളൂ. ഈ 40 കഴിഞ്ഞവർക്ക് പ്രൊഫഷണൽസിന് ഞാൻ പറഞ്ഞു, ബിസിനസ്സുകാർക്ക് ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ അവിടെ നിന്ന് ഇവിടുന്നും കേൾക്കുന്ന ഈ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സിൻ്റെ വാക്കും കേട്ട് ബ്ലൈൻഡായിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരു ഡിസിഷൻ എടുക്കരുത്. കാനഡ ഇമിഗ്രേഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി. കാനഡയുടെ അകത്ത് തന്നെയുള്ള 1 മില്യൺ ആൾക്കാർക്ക് PR കിട്ടാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പം കാനഡയുടെ അകത്ത് സൂപ്പർ മാർക്കറ്റിൽ ഷെൽഫ് ബോയിനായിട്ടും ഷെൽഫ് സൂപ്പർവൈസർക്കൊക്കെ വേക്കൻസി ഉണ്ടെന്ന് ദുബായിൽ നിന്നൊക്കെ ഓരോരോ മലയാളികൾ കാനഡൻ്റെ പേരും പറഞ്ഞ് ആഡ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്. സബ്സ്ക്രൈബ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.